Not fair. That she has no right to do that. ഞാൻ എയറിലായിരുന്നു ചിലപ്പോൾ വീഴാൻ എയറിൽ പോവായിരിക്കും. സോ ഇതല്ലാതെ വേറെ കുറേ ആൾക്കാർ ആണുങ്ങൾ കണ്ടതിൽ വെച്ച് ആണുങ്ങൾ ഒരാൾ വന്നിട്ട് ഇത് കോമഡിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആണുങ്ങൾ വന്നിട്ട് ചിലർക്ക് ഇവരുടെ ഫോറാണ്, ചിലർ എൻ്റെ അഗേൻസ്റ്റ് ആണ്. Completely fine to have their opinion, but certain things and ways are not accepted. Not accepted, darling. So the best part is that the love I'm getting from people. കുറേ പേര് ഇത് കണ്ട് എന്നെ അറിയുന്നവരുണ്ട്. പറഞ്ഞു ഇത് ഞാൻ കണ്ടായിരുന്നു, പക്ഷെ മോളെ നീ അടിപൊളിയാണ് എന്ന് പറഞ്ഞ് കുറേ ലവ്സ് കിട്ടുന്നുണ്ട്. ഏറ്റവും കുറേ പേര് എനിക്ക് പേഴ്സണലി കുറച്ച് സെലിബ്രിറ്റീസ് ഞാൻ ഫോളോ ചെയ്യാത്ത കുറച്ച് സെലിബ്രിറ്റീസ് എനിക്ക് മെസ്സേജ് അയച്ചു. They've seen, they're acknowledging it. They are like, we are with you, you're doing good, keep continuing this. Getting a lot of love. Even my family, friends who called to check up on me. ഞാനിവിടെ എൻ്റെ ആക്ടേഴ്സ് ഗ്രൂപ്പിൽ ഒരു പ്ലേയിൻ്റെ ഭാഗമായി സ്ക്രിപ്റ്റൊക്കെ അടിപൊളി ഭയങ്കര ഇതായിട്ടിരിക്കുമ്പോഴാണ് ഇത് വരുന്നത്. I'm going to still continue with that. I'm not going to let it affect me. അപ്പോൾ ചിലരൊന്ന് ചോദിക്കുമായിരിക്കും, ഇത് ഇത്ര എനർജി നിങ്ങൾ കളയണ്ടെങ്കിൽ എന്തിനാണ് സംസാരിക്കുന്നത്? എൻ്റെ വ്ളോഗാണ്, എൻ്റെ വീഡിയോ ആണ്, ഞാൻ പറയാനുള്ള പറയും. എനിക്ക് അതിൻ്റെതായ നിയമരീതി നിയമത്തിൻ്റെ എനിക്ക് എന്തുവാ ഉണ്ട്. It's all fun and games, guys. It's all fun and games until someone's life is getting affected. Mine was not getting affected. I was angry. I was so pissed off. But I did not let it affect my life. പക്ഷെ ഞാൻ പറഞ്ഞത് ഫ്രീ ആണ്, ഈ ഒരു ജീവിയാണ്. സോറി. A lot of lives have been affected. So that is not fair. That she has no right to do that. നമ്മൾ എന്തൊക്കെ don't let it affect us, don't let it affect us, ignore it എന്നൊക്കെ പറഞ്ഞാലും for some people it is not really easy. And the worst part, ഇതൊക്കെ പോട്ടെ, എനിക്ക് വേഴ്സ്റ്റ് പാർട്ടായിട്ട് തോന്നിയതാണ് 98% of the people are with her. Whatever she said is true. അങ്ങനെ തന്നെ നടക്കണം എന്ന് പറയുന്നവർ, that scares me. Like thinking there is a community itself is like, okay, but agreeing with her, whatever she's saying, that's എനിക്കത് പേടിയായി. സത്യം പറയാം, എനിക്കത് കണ്ടിട്ട് ഷോക്കല്ല, എനിക്ക് പേടിയായത്. ഐ വാസ് സ്കേർഡ്. ആൻഡ് അവരുടെ ഇതിനറിയ 2% ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. സപ്പോർട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. It's fine. I can take care of myself. It's fine. I mean, I have people to take care of me also. But that was not right. അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഭീഷണിപ്പെടുത്തൊന്നും അല്ല കേട്ടോ. But I have noted people down. Like, this is not a threat or something, but I have noted people down who were against and with me. And I have also noted what specifically they have mentioned. So if in the future I can ഇട്ട് കൊടുക്കാം. അവർ പേടിപ്പിക്കുകയോ അവർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് ഐ എം ജസ്റ്റ് ലെറ്റിംഗ് നോ. ഞാൻ എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എയറിലായിരുന്നു ചിലപ്പോൾ വീഴാൻ എയറിൽ പോവായിരിക്കും. I mean, it's my first time in air, guys. എനിക്ക് നിങ്ങളെല്ലാണ്ട് അനുഗ്രഹം വേണം. കാരണം ഞാൻ ഒന്ന് അനുഗ്രഹിക്കും. അമ്മയുടെ അനുഗ്രഹം ഓൾറെഡി ഉണ്ട്. അച്ഛൻ ബിസി ആയിരുന്നു. അച്ഛൻ അനുഗ്രഹം കിട്ടും. അമ്മൂമ്മയുടെ അനുഗ്രഹമാണ് ഏറ്റവും. മക്കളെ നീ താഴെ വരും, ഡോൺ വരി. എൻ്റെ അമ്മൂമ്മ എനിക്ക് തന്നിട്ടുണ്ട്. തൽക്കാലം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി പറയാനുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ഐ മെൻഷൻ. ബട്ട് genuinely want to say thank you for all the people, all the women, all the people standing with me. 96% of the people who are supporting me are women and 4% are men. Thank you so much for supporting me. Thank you so much for being there for me. I will not stop posting. I will not stop vlogs. I will not stop posting on Instagram. I will not stop. Don't worry about it. But thank you so much for ഇത് വന്നിട്ടാണ് എത്ര സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ആൾക്കാർ എത്ര സ്നേഹം എനിക്ക് തരുന്നത്.
ഐ ടുക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ഗൈസ്. ശരിക്കും ഞാൻ വിചാരിച്ചു, പക്ഷേ എനിക്ക് അധികം ഫാൻസ് ഒന്നും ഉണ്ടാവില്ല. എൻ്റെ കോമാളിത്തരം കാണാൻ വേണ്ടി പിക്ചേഴ്സ് സോറി ആൾക്കാർ ഫോളോ ചെയ്യുന്നതാണ്. ബട്ട് നോ, ഹൗ മെനി പീപ്പിൾ ആക്ച്വലി ഡു കെയർ അബൌട്ട് മീ ആൻഡ് ലവ് മീ. ഇറ്റ് ഈസ് ഐ ഐ എം സ്പീച്ച്ലെസ്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഞാൻ അത് ആലോചിച്ച് ചിന്തിക്കുക, ആ കാര്യത്തിലാണ് ഒപ്റ്റിമിസ്റ്റിക്. സോ അത് ആലോചിച്ച് ഞാൻ ചിന്തിക്കുക, ഐ ലൈക്ക് വാവ്, ഇത്രയും സ്നേഹം ഐ എം ഗെറ്റിംഗ് ഫ്രം പീപ്പിൾ. ഇറ്റ്സ് ഒരു കൊച്ചുഞ്ഞിവിടെ എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു, അത് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു. ചേച്ചി ഇനിയും പോസ്റ്റ് ചെയ്യണം കേട്ടോ, ചേച്ചി കാരണം ഞാൻ മേക്കപ്പ് ചെയ്യാൻ പഠിച്ചു, ചേച്ചി എനിക്ക് ഇനിയും മേക്കപ്പ് പഠിപ്പിച്ചാൽ. ഞാൻ ഇതൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ, ടു ഇൻസ്പയർ പീപ്പിൾ ടു ബി ദംസെൽഫ് ആൻഡ് ടു ടീച്ച് ദം വാട്ട് ഐ നോ. എനിവേ, സോ ഇതാണ് എനിക്ക് പറയാനുള്ള സംഭവം. താങ്ക് യു ഗൈസ് ഫോർ ചെക്കിങ് അപ്പോൺ മീ. ഐ ആം ഡൂയിങ് ഫൈൻ. ഞാനിത് ഒരു മാസ്ക് ഇട്ട് പറയണമല്ല, ഐ ആം ആക്ച്വലി ഫൈൻ. പേഴ്സണൽ ലൈഫിൻ്റെ കാര്യം സങ്കടം ഉണ്ടായിരുന്നു, പക്ഷേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ. ബട്ട് ദിസ് ഇസ് നോട്ട് എഫക്റ്റിംഗ് മീ അറ്റ് ഓൾ, ബിക്കോസ് ഐ ഹാവ് പീപ്പിൾ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നു, എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, നിങ്ങൾ. താങ്ക് യു സോ മച്ച്. ഇത് ഒന്ന് പറയണം ഞാൻ വന്ന്. Big shout out to every YouTube vloggers who were with me, supporting me, with me. Thank you so much for everyone. And people who are talking against me. Stretching nice. Appo okay, bye. എന്തടേ? ഹലോ. സോ ഫ്രീ ആണോ ഇപ്പോ? ആക്ച്വലി ഞാൻ ഒരു ഫോളോവർ ആണ്. സോ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ റീസെന്റ് ഇട്ട ഒരു വീഡിയോ. ഏത് വീഡിയോ കിട്ടിയ? ഒരു ഫെമിനിസത്തിനെ പറ്റിയിട്ട്. ഓക്കെ. സോ ആർ യു ഫ്രീ ടു ടോക്ക് അബൌട്ട് ദാറ്റ് വീഡിയോ? ജസ്റ്റ് അറിയാൻ വേണ്ടി. പറയൂ എന്താ അറിയണ്ടേ? ഓക്കെ. സോ ആ വീഡിയോ ഐ ജസ്റ്റ് വാണ്ട് ആസ്ക് യു ലൈക്ക് ഫെമിനിസത്തെ എങ്ങനെയാണ് അപ്പൊ ആക്ച്വലി കാണുന്നത്? ജസ്റ്റ് അറിയാൻ വേണ്ടി. ഇത് ഇൻസ്റ്റഗ്രാമിൽ ഇടാനോ ഒന്നുമല്ല. ഐ എം ജസ്റ്റ് എ ഫോളോവർ ഓഫ് യു. ജസ്റ്റ് അറിയാൻ. ഇടുകയോ ഇടാതിരിക്കുകയോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം, അതൊന്നും ഞാൻ വേണ്ടാന്ന് വിലക്കില്ലല്ലോ. ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് ഫെമിനിസം, ഞാൻ എന്താണ് ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അതിലെ ഒരു പെണ്ണിന് സ്വന്തമായി ഇടാനുള്ള താല്പര്യങ്ങളെ നമ്മുടെ സൊസൈറ്റി അനുസരിച്ച് അത് വളച്ചൊടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദാറ്റ് ഹൗ വി കോൾ എ ഫെമിനിസം? മോളെ, നീ ഇംഗ്ലീഷ് ഒന്നും പറയില്ല. ഞാൻ പഴയ 10ാം ക്ലാസ് ആണ്. എനിക്ക് ഭയങ്കര വിദ്യാഭ്യാസമൊന്നും ഇല്ല കേട്ടോ. കുട്ടികളുടെ ഒരു ടോക്കിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they will കുത്തിക്കേറ്റൽ some sort of English, then they were thinking that they were something and they are saying the right things. You know, I don't understand that kind of English. I speak in Malayalam. You want to speak with me in Malayalam. It's good for me and you also. I don't want to continue with the English, and then I will ask. Definitely മലയാളത്തിലേക്ക് ആക്കാം. ഞാൻ പറയുന്ന ശൈലിയിൽ വരുമ്പോൾ അത് ഇംഗ്ലീഷിലാവുന്നേ. ചോദ്യത്തിന് ഉത്തരം കേൾക്കണ്ടേ? പറഞ്ഞുതരാം. നമ്മള് ഇപ്പോ ഞാൻ പറഞ്ഞതിന്റെ സാരാംശം ഇതാണ്, മനസ്സിലാക്കാൻ ചോദിച്ചതുകൊണ്ട് പറയുന്നതാണ് സാരാംശം പറഞ്ഞത്. അതായത് നമുക്ക് ഒരു പെണ്ണും ഒരാണിനും ഒരു സിനിമ സംവിധായകന്റെ മുമ്പിലേക്ക് പോകുന്നു. അവർ ആ ഫീൽഡ് ആണല്ലോ ചൂസ് ചെയ്തിട്ടാണല്ലോ അത് പറയണേ. അതുകൊണ്ട് ഞാൻ പറയുന്നേ, അപ്പോ ഈ സിനിമാ സംവിധായകൻ ആ പെണ്ണിന്റെ അടുത്ത് പറയുന്നത് എന്താണ്? നിങ്ങളൊരു റാമ്പ് വാക്ക് നടത്തൂ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് അഭിനയിച്ച് കാണിക്കൂ എന്നല്ലേ പറയുക. അപ്പൊ രണ്ടുപേരെടുത്ത് ഒരേപോലെ പറയും, നീ അഭിനയിക്ക്, നിങ്ങൾ രണ്ടുപേരുടെ അഭിനയ ശേഷി ഓക്കെ. എന്തിനാണ് ആണിന്റെ ബോഡി സ്ട്രക്ചറിനെ ഇത് നോക്കാതെ പെണ്ണിന്റെ ബോഡി സ്ട്രക്ചറിനെ മാത്രം കൺസേൺ ചെയ്തുകൊണ്ട് അവളുടെ അടുത്ത് ഈ ഡ്രസ്സ് ഇടാൻ നിന്നെ കൊണ്ട് പറ്റുമോ, ഈ ഡ്രസ്സിൽ നിനക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് സൊസൈറ്റിക്ക് അത്തരത്തിലാണ് പെണ്ണുങ്ങളെ കാണാനുള്ള ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഇവിടെ ഒരുപാട് പെൺകുട്ടികൾ സിനിമയിൽ വന്നിട്ടുണ്ട്. അവരാരും ബോഡി കാണിച്ചിട്ടല്ല വന്നിട്ടുള്ളത്. ബോഡി ആന്റി ഇത് 2026 ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ഇപ്പൊ തന്നെ ഈവൻ ലണ്ടനിൽ തന്നെ ഇപ്പോ സ്ട്രീറ്റ് മാർച്ചസ് ഉണ്ട്. മോള് കേരളത്തിൽ നിന്നില്ല, മോള് ലണ്ടനിലേക്ക് പോകണ്ട. 2026 ആക്കണ്ട. ഞാൻ ജീവിക്കുന്നത് ഒരു ലോകത്തിലാണ്. ഞാൻ കേരളത്തിലല്ലല്ലോ. കേരളം മാത്രം എടുക്കണ്ട.
ഞാൻ കേരളം കേരളത്തിലുള്ളതാണ്. മാത്രം ശരിയാണ് ഞാൻ ആന്റി. കേരളത്തിലെ ഓഡിയൻസിനാണ്, ഞാൻ മലയാളത്തിലാണ് സംസാരിച്ചത്. ഐ ആം നോട്ട് ടോക്കിംഗ് ടു യു ഇൻ പക്ഷെ ഇംഗ്ലീഷ്. ഇത് വളരുന്ന ജനറേഷനും കൂടിയല്ലേ ആന്റി? എന്ത് വളരുന്ന ഇനിയുള്ള ജനറേഷനുകൾ പലരും എത്തിയത്? ഞങ്ങളാരും വളർന്നില്ലേ? 2026 അല്ല, 2046 ആയാലും 2056 ആയാലും മോളുടെ അച്ഛനല്ലേ വിളിക്കുക? അങ്കിളെന്ന് കയറി വിളിക്കോ? അതല്ലല്ലോ ആന്റി, ഇതിലെ കൺസെപ്റ്റ്. നിങ്ങൾ 2046 എത്തിയാലും നിങ്ങൾ ഈ പറയുന്ന സാധനം ഇതായിട്ട് തന്നെ നിലനിൽക്കത്തില്ലേ? നിങ്ങൾക്ക് നിങ്ങളെ അച്ഛൻ തന്നെയല്ലേ, അമ്മ തന്നെയല്ലേ? പക്ഷെ ഒരു മനുഷ്യന്റെ ബോഡീനെ പറ്റി ആ ആളല്ലേ നിലവാരം എടുക്കേണ്ടത്, അത് മറ്റുള്ളവരല്ലല്ലോ ഒരിക്കലും. അത് അവളുടെ നിലവാരം. ഞാൻ ചോദിക്കട്ടെ, 10-26 വയസ്സായ മകൾക്ക് ഈ മോളുടെ ബോഡിയുടെ നിലവാരം, എന്റെ ബോഡി നിലവാരം ഇതാണ് എന്ന് പറഞ്ഞു, മോള് ആ പെങ്കൊച്ചിട്ട വസ്ത്രം ഇട്ടുകൊണ്ട് മോളുടെ അച്ഛന്റെ മുമ്പിൽ പോയി നിൽക്കുവോ? അച്ഛ എന്റെ ബോഡിയാണ്, എന്റെ റൂളാണ്, അച്ഛൻ ഇത് ഇഷ്ടപ്പെട്ട അച്ഛ, ഞാൻ ഇതിട്ടുണ്ട്, നാളെ ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കട്ടെ അച്ഛ എന്ന് ചോദിച്ചാ മോളുടെ അച്ഛൻ എന്ത് മറുപടി പറയും? അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ ഇത് എന്റെ ശരീരമാണ്, ഞാൻ ആ ഡ്രസ്സ് ഒരു വിഷയം ഞാൻ കാണുന്നില്ല. ആ പെണ്ണിന് അത് ഇഷ്ടപ്പെട്ട് അവൾ ഇട്ടു, അത് അവളുടെ കാര്യമല്ലേ? അത് അവളുടെ കാര്യമാണ്. ഞാൻ എന്റെ കാര്യമോ പറഞ്ഞേ. പക്ഷെ അത് വളരുന്ന ജനറേഷനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. തുണി ഊരി ആടുന്നതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വളർച്ച? ഞങ്ങൾ ആ വളർച്ച കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ കുട്ടികൾ അത് കോപ്പി അടിക്കണ്ട എന്നാ പറഞ്ഞ്. ഞാൻ എന്റെ കാര്യമോ പറഞ്ഞു. അപ്പൊ ആണുങ്ങളെ പറ്റി എന്തുകൊണ്ട് അറിയുന്നില്ല? ആണുങ്ങള് വസ്ത്രം അതാണ് നിങ്ങളുടെ പ്രശ്നം. അവരെ പറ്റി എന്ത് പറയുന്നില്ല, ഇവരെ പറ്റി. ഇപ്പൊ ഗോവിന്ദചാമിയെ പറ്റി പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മുകേഷിനെ പറ്റി എന്ത് പറയാത്ത എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനകത്ത് ഉത്തരവില്ല. നിങ്ങൾ ആണുങ്ങൾ ആരെങ്കിലും തുണിയില്ലാത്ത ഇതുപോലത്തെ ഒരു ഫോട്ടോ ഷൂട്ട് എടുത്തിട്ടുണ്ടോ? ആണുങ്ങൾ അവരുടെ പെനിസ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് ഒരു ജെട്ടിയുടെ പരസ്യം കാണിച്ചുകൊണ്ട് നിങ്ങളെടുത്ത് കാണിച്ചിട്ടുണ്ടോ? മമ്മൂട്ടിയോ മോഹൻലാലോ ജെട്ടിയുടെ പരസ്യത്തിൽ ബ്രാൻഡഡ് ആയിട്ടുണ്ടോ? മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ മക്കളായിട്ടുള്ള ആണുങ്ങൾ, പ്രണവോ അല്ലെങ്കിൽ മറ്റേ ദുൽഖറോ ഒരു ജെട്ടിയുടെ പരസ്യത്തിൽ വന്ന് നിൽക്കുന്നുണ്ടോ? അങ്ങനെ വന്ന് നിന്നാലും അത്യാവശ്യം നല്ലപോലെ മറുപടി പറയും. പക്ഷെ അവരുടെ അവരുടെ ഹാഫ് നെയ്ഡ് ലൈക്ക് ബോഡിയുടെ ഫ്രണ്ട് പാർട്ട് മൊത്തം അവര് കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് വുമൻസിന് മാത്രം കാണിക്കുന്നതും ഈ പെൺകുട്ടി ഇട്ട ഡ്രസ്സും സിമിലർ ആണെന്ന് കൊച്ചു ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് കൊച്ചിന്റെ സ്വാതന്ത്ര്യം. എന്റെ സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞു. അവൾ കാണിച്ച വൾഗാരിറ്റി, ആ ഡ്രസ് കോഡ് അത് ഫാഷൻ ആണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ ഫാഷൻ ഡ്രസ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ എനിക്ക് പറഞ്ഞ. എല്ലാ ഫംഗ്ഷനും പോവാം. എല്ലാ ഫംഗ്ഷനും പോകാൻ പറ്റുമോ? മരിച്ചോരെ ഫംഗ്ഷൻ ഒഴിച്ച് ബാക്കി എന്ത് ഫംഗ്ഷനും അതെന്താ അത് മാത്രം നീക്കി വെക്കുന്നേ? അങ്ങനെ ജട്ടിയും പാടി ഇട്ടുകൊണ്ട് മരിച്ചോരെ ഫംഗ്ഷനും പോ, അതല്ലേ ഒരു രസം. അതിപ്പോ ആളുകളും പറഞ്ഞു ഇല്ലല്ലോ, കാണിക്കാൻ നമ്മൾ ഒരിക്കലും അത്. എന്റെ വീട്ടിലെ കുട്ടികൾ അത് കോപ്പി അടിക്കണ്ട. എന്റെ വീട്ടിലെ മക്കൾക്ക് അതല്ല സ്വാതന്ത്ര്യം. വസ്ത്രമൂരി കളഞ്ഞല്ല സ്വാതന്ത്ര്യം എന്ന സുന കൊണ്ടുവരുന്നത്. വസ്ത്രമൂരി എറിയുമ്പോൾ കിട്ടുന്നത് സ്വാതന്ത്ര്യമല്ല. അതിന് നമ്മളിട്ട പേരാണ് മറ്റേ പേര്. ആ പേരാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ആന്റി ചെയ്യുന്നത് പെണ്ണുങ്ങളെ സെക്ഷലൈസ് ചെയ്തിട്ട് ആണുങ്ങളെ സെക്ഷലൈസ് ചെയ്യുന്നില്ല. നിങ്ങളുടെ മുസ്ലിം ഇതില് എന്തുകൊണ്ട് ആണുങ്ങളെ കണ്ണടക്കാൻ പറയുന്നില്ല? പറഞ്ഞങ്ങ് പോവല്ലേ. നിങ്ങൾ സെക്ഷുവലൈസ് ചെയ്ത് നിങ്ങളെ കാണിക്കുമ്പോൾ അത് ഞാൻ പറയുമ്പോ നോവുന്ന എന്തിനാ? നിങ്ങളെ സെക്ഷുവലൈസ് ചെയ്ത് പബ്ലിഷിന് ഇടാം, അത് ഞാൻ പറയുമ്പോ നോവുന്നോ? അത് എന്തടിസ്ഥാനമാണ്? ആണുങ്ങളെ പറയുന്നില്ലെന്ന്. ഞാൻ എന്റെ കണ്ണുവിൻ്റെ അങ്ങനെ ആണുങ്ങളെ ഒന്നും ഇതുവരെ എന്റെ മക്കളാരും ഇങ്ങനെ തുണിയില്ല നടക്കുന്നില്ല, ഞാൻ കാണാറില്ല. കണ്ടു പറയും, ആ പോയി തുണി എടുത്ത് കൊടുക്കുന്നേ ഞാൻ പറയുള്ളൂ. അല്ല തുണി ഇല്ലാതെ വന്നിട്ട് ഐ ആം റെഡി ഫോർ എനിത്തിങ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മക്കൾ നിൽക്കുകയാണെങ്കിൽ അടി വാങ്ങിക്കോ മാരി. ആരായിരുന്നാലും പറയും ആണുങ്ങൾ അങ്ങനെ സെക്ഷുവലൈസ് ചെയ്യുന്നില്ല അവരുടെ ബോഡി. ഒരുത്തന്മാരും അങ്ങനെ ചെയ്യുന്നില്ല. ഞങ്ങൾ വില്ലിങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല. അങ്ങനെ ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പെണ്ണുങ്ങൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു പെണ്ണാണ് നിൽക്കുന്നു, രണ്ടുപേരും മുകളിൽ ഒന്നും ഇട്ടല്ല, അടിയിലിട്ടുണ്ടെന്ന് വിചാരിക്കും, മുകളിൽ ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ ആന്റി പറയും ആണുങ്ങൾ സെക്ഷലൈസ് ചെയ്യുന്നില്ല, പെണ്ണാണ് സെക്ഷലൈസ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ട്? രണ്ടുപേരും ഒരു വസ്ത്രം തന്നെ ഇട്ടേക്കുന്നത്, എന്തുകൊണ്ട് ഒരാൾ മാത്രം സെക്ഷലൈസ് ചെയ്യപ്പെടുന്നു? ലിസൺ, ഇതിനകത്ത് കമ്പാരിസൺ നടത്താൻ ആണുങ്ങൾ തുണി ഊരുന്നത് ശരി എന്ന് ഞാൻ വാദിച്ചു അവിടെ. പിന്നെന്തുവാ? പിന്നെ ആ പോയിന്റിന് അവിടെ എന്ത് വാല്യൂ? ഞാൻ അവിടെ ആണുങ്ങൾ തുണി ഊരുന്നത് കറക്റ്റ്,
നിങ്ങൾ തുണി ഊരുന്നത് തെറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനാ ആ പോയിന്റിന് അവിടെ വാലിഡിറ്റി ഇല്ല. ബട്ട് ആന്റി ഇപ്പൊ പറഞ്ഞു ഒരിക്കലും ആണുങ്ങൾ സെക്ഷലൈസ് ചെയ്യുന്നില്ല. ചെയ്യുന്നില്ല, ഞാൻ കാണുന്നില്ല. കണ്ടാ എവിടെ ആണുങ്ങൾ തുണി ഊരി ഈ റോഡില് പട്ടാപകല് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, മുകളിലൊന്നും ഇടാണ്ട്. അപ്പൊ അതെന്താ സെക്ഷലൈസിംഗിൽ വരുത്തില്ല? നീ അവരോട് ചോദിക്കേ, നിങ്ങൾ എന്തിനാ ഈ തുണി ഊരി നടക്കുന്നത്, ഇത് ശരിയാണോ എന്ന് നീ അവരോട് ചോദിക്കേ. അവരുടെ താല്പര്യം ഇത് 2026 ഓരോരുത്തർക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ട്. 2046 ആയിരുന്നാലും മോളെ, നീ നിന്റെ അച്ഛനെ അച്ഛാന്നല്ലേ വിളിക്കുള്ളൂ. നീ കാലഘട്ടത്തിന്റെ മാറ്റം എന്റെ തലയെ കൊണ്ട് വെക്കണ്ട. 2026 എന്തൊരു ഉണ്ട പുഴുങ്ങിയ, 2026 നിനക്ക് എന്തൊരു ഉണ്ട പുഴുങ്ങല് വന്നാ? അതെന്ത് വർത്തമാനമാണോ? കോണ്ടെക്സ്റ്റ് അതല്ലല്ലോ. ആ കോണ്ടെക്സ്റ്റ് അല്ലല്ലോ ഇവിടുത്തെ കോണ്ടെക്സ്റ്റ്. പിന്നെ നിന്റെ കോണ്ടസ്റ്റ് എന്താണ്? നിന്റെ വീട്ടിന്റെ മുറ്റത്ത് കൂടെ ഒരുത്തന്നെ ഉടുപ്പിടാതെ പോയി, അത് ഞാൻ പറഞ്ഞില്ല എന്നതാണ് എന്റെ കോണ്ടസ്റ്റ്. ഞാൻ ഇതില് കോണ്ടക്സ്റ്റ് ആയിട്ട് ഞാൻ ആകെ പറയുന്നത് ഓരോരുത്തർക്കും അവരുടേതായ താല്പര്യമുണ്ട്. ആ താല്പര്യങ്ങളെ താല്പര്യം എനിക്ക് എന്റെ അഭിപ്രായം പറഞ്ഞൂടെ? എന്റെ അഭിപ്രായത്തെ ചോദ്യം ചെയ്യേണ്ട കാര്യം നിനക്കെന്താ? നീ അത് സ്വന്തമായി പറഞ്ഞാ പോരെ? ആ പെണ്ണിനെ വലിച്ചഴച്ച് അതിലുള്ള ആ പെണ്ണിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് എന്തിന് തന്റെ അഭിപ്രായം പറയണം? സ്വന്തമായ അഭിപ്രായം കാണിക്കണം. അതൊരു റോൾ മോഡൽ അല്ല എന്ന് പബ്ലിക്കിന് കാണിച്ചു കൊടുത്തുകൊണ്ടേ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഞാൻ റോൾ മോഡൽ, അതൊരു റോൾ മോഡൽ ആണ് അവളുടെ. നീ മുഴുവനെ ഉരിഞ്ഞ് നടന്നേ. അയ്യോ നീ വേണ്ടെന്ന് ഞാൻ നിന്റെ പേരെന്തു വെച്ചേ? നീ നട. ഞാനത് വിലക്കുന്നില്ലല്ലോ. പക്ഷെ കണ്ടാൽ അത് പറയണ്ടെന്ന് പറയാനുള്ള റൈറ്റ്സ് നിനക്കില്ല. അത് കണ്ടാൽ ഞാൻ പറയും ഇത് പിളർന്നു വെച്ച് നടക്കുന്നത് നാട്ടുകാരെ അട്രാക്ട് ചെയ്യാനാണ്, കണ്ടവൻ ഇത് കണ്ടിട്ട് ആസ്വദിക്കാനാണ്. ഞങ്ങൾക്കുള്ള അതേ ലിംഗം നിനക്കുണ്ടെങ്കിൽ ഈ പോക്കൃത്തരം കാണിച്ചാൽ ഇതിനെതിരെ പബ്ലിക് ന്യൂസ് എടുത്തിട്ട് കേസ് എടുക്കാൻ പറ്റും. ഇത്തരത്തിൽ പോക്കൃത്തരം കാണിച്ച് വരുന്നവളുടെ സാമാന്യത്തിൽ നിനക്ക് ഇല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോ. ഇന്ത്യയിൽ താമസിക്കുന്നവർ നീ മാത്രം താമസിച്ചാൽ മതിയോ? ഞങ്ങൾക്ക് താമസിക്കണ്ടേ? നിനക്കൊക്കെ തുണി ഊരി കാണിക്കാമെങ്കിൽ ആ തുണി ഊരി കാണിക്കണ്ട എന്ന് പറയാനുള്ള റൈറ്റ്സ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ലിംഗ പ്രദർശനം നടത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങളുടെ തഴപ്പും മുഴപ്പും നാട്ടുകാർ കാണുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് പറയാനുള്ള റൈറ്റ്സ് ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് താല്പര്യമില്ല, കളഞ്ഞിട്ട് പോ. കഴിഞ്ഞില്ലേ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ദയാ സുജിത്തിന്റെ ഈ ഫോട്ടോഷൂട്ട്. ബോൾഡ് ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? ഇത് നമ്മൾ മലയാളികൾക്ക് മാത്രമുള്ള പ്രശ്നമാണോ? ഇതുപോലെയുള്ള വസ്ത്രധാരണയെല്ലാം കാണുമ്പോഴേക്ക് നമ്മളെല്ലാവരും അടിച്ചങ്ങ് കമൻറ്റ് പറയുന്നത്. ഇതിപ്പോൾ ഒരു ഫോറിനറാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളത് ജസ്റ്റ് കണ്ട് അതിൻ്റെ താഴെ പോയി ഇതുപോലെയുള്ള കമൻറ്റുകളും അതിന് റിയാക്ഷൻ വീഡിയോസും ചെയ്യുമോ? അപ്പോൾ ഇത് നമ്മൾ ഇന്ത്യയിലും കേരളത്തിലുമെല്ലാം ആയതുകൊണ്ടാണോ ഇതുപോലെയുള്ള കമൻസും റിയാക്ഷൻ വീഡിയോസും എല്ലാം വരുന്നത്? മോഡലിംഗ് എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇടയ്ക്കിടെ ഇതുപോലെയുള്ള ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യേണ്ടി വരുമായിരിക്കും. അത് അവരുടെ വീട്ടുകാർക്കും അവർക്കുമില്ലാത്ത കുഴപ്പമാണ് നാട്ടുകാർക്കുള്ളത്. ഇതെല്ലാം ജനറേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇതെല്ലാം ഓരോ മനുഷ്യന്റെ ചിന്താഗതിയുടെ പ്രശ്നം മാത്രമാണ്. ഒരു സ്ത്രീയുടെ ശരീരഭാഗം കാണുമ്പോഴേക്ക് പുരുഷന്മാരുടെ ചീത്ത ചിന്താഗതി വരുന്നതാണ് ആദ്യം നിർത്തേണ്ടത്. അല്ലാതെ ഒരു സ്ത്രീ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ വസ്ത്രധാരണ ശരിയാക്കുകയല്ല വേണ്ടത്. നമ്മൾ ഓരോരുത്തരും എന്ത് വസ്ത്രമിടണം, ഏത് വസ്ത്രത്തിലാണ് നമ്മൾ കംഫർട്ട് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രമാണ്, അല്ലാതെ മറ്റുള്ളവരല്ല. ഇത് എൻ്റെ മാത്രം ചിന്താഗതിയല്ല. എന്നെപ്പോലെ ചിന്തിക്കുന്ന പല ആളുകളുമുണ്ട്. ഒരു സ്ത്രീയുടെ വസ്ത്രധാരണ കൊണ്ട് മാത്രമല്ല ഇവിടെ പല റേപ്പ് കേസുകൾ നടക്കുന്നത്. ദയയെ വിമർശിച്ച ഷെഫീന ബീവിയെ വിമർശിക്കാൻ എനിക്ക് ഒട്ടും അവകാശമില്ല. കാരണം അവർ അവരുടെ ഒപ്പീനിയനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഞാൻ പറയുന്നത് എൻ്റെ ഒപ്പീനിയനുമാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഡിഫറെൻറ്റ് ഒപ്പീനിയനോട് കൂടി ജീവിക്കുന്ന ആളുകളല്ലേ ഉള്ളത്. പക്ഷേ വളരെ പേഴ്സണൽ അറ്റാക്ക് ചെയ്ത് അവരുടെ ഫാമിലിയെ പോലും ബാധിക്കുന്ന തരത്തിലേക്കുള്ള കമൻസും റിയാക്ഷൻ വീഡിയോസും ചെയ്യാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമൻറ്റായി പറയുക. ഹലോ ഗൈസ്, അതെ ഞാനിപ്പോൾ ദയാ സുജിത്തിന്റെ വിഷയം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജെൻസീസിന്റെ ഇടയിൽ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഭയങ്കര ചാമിങ് ആയിട്ടുള്ള, ഭയങ്കരമായി ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് എനിക്ക് ദയാ സുജിത്ത് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇൻഫ്ലുവൻസറാണ്. സോ ആ കുട്ടിയെ 2 ദിവസം മുമ്പേ ഈ ഷഫീന ബീവി എന്ന് പറയുന്ന ലേഡി അവള് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു.
ഞാൻ ഈ ഷെഫീന ബീവിനെ പറ്റിയിട്ട് പറയേണ്ടതില്ല എന്ന് നിങ്ങൾക്കറിയാം, കാരണം ഞാൻ പല ആവർത്തി സംസാരിക്കുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ജെൻസീസിന്റെ ഇടയിൽ പിള്ളേർ, പുതിയ കുട്ടികളൊക്കെ ഇപ്പോഴാണ് ഈ ഒരു ഡുണ്ടുമോൾ KPP കാണുന്നത്. സോ അവളെ പറ്റിയിട്ട് ചെറിയ കുറച്ച് വിവരണങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇന്ന് ഇവിടെ വന്നിരുന്ന് മറ്റേ കവലപ്രസംഗം നടത്തുന്നുണ്ടല്ലോ, അവള് വലിയ കുലയാണ്, മറ്റേതാണ് മറിച്ചതാണെന്ന്. എന്റെ പൊന്നു മകളെ, 2019 സമയത്ത് ഇവളുടെ ന്യൂഡിറ്റി ഉൾപ്പെടെയുള്ള സാധനങ്ങള് ഇവള് പല ആളുകൾക്കും അയച്ചു കൊടുത്തത് ഒരുപാട് ഇടങ്ങളിൽ പബ്ലിഷ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവൾ ഇതിന്റെ പേരിൽ ഇനി എന്ത് കാര്യങ്ങൾ എനിക്കെതിരെ സംസാരിച്ചാലും ഞങ്ങളൊക്കെ കണ്ടതാണ്. ഇവളുടെ ന്യൂഡിറ്റി അത് ഇവള് വിറ്റ് കാശാക്കിക്കൊണ്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. എങ്ങനെ ആണ് ഈ സ്ത്രീക്ക് ഒരു ബോൾഡ് മോഡലിംഗ് പിക്ചർ കണ്ടിട്ട് ഇത്രമാത്രം സ്ലെറ്റ് ഷെയ്മിങ്ങും ബോഡി ഷെയ്മിങ്ങും അതുപോലെ വേശ്യ എന്നുള്ള പ്രയോഗവും നടത്താൻ സാധിക്കുന്നത്? ആദ്യം അവള് പോയിട്ട് അവള് ചെയ്ത വൃത്തികേടിനെ മറയ്ക്കാനും അവളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനും വേണ്ടിയിട്ടാണ് കേരളത്തിൽ അത്യാവശ്യം അറിയുന്ന ആളുകൾക്ക്, എന്താ പറയാ, കുറച്ചെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ടിംഗ് ഒക്കെ ഉള്ള ആളുകളെ നോക്കി ഈ സ്ത്രീ അറ്റാക്ക് ചെയ്യുന്നത്. പൊതുവെ ഇവർക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഇവർക്ക് ഇതിൽ നിന്ന് സീരിയസ്ലി പറയട്ടെ, വലിയ തോതിലുള്ള ഒരു ഓർഗാസം സംഭവിക്കുന്നുണ്ട്. ഒരേ ഇരിപ്പിരിക്കും. 3 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. 3 പേരെയും കൊന്നിട്ട് വിധവാ പെൻഷൻ വാങ്ങിക്കുന്ന ഒരുത്തിയാണ് അവള്. ഒന്ന്. രണ്ടാമത്തേത് ദുബായിലെ പിമ്പായിരുന്നു, വലിയൊരു പിമ്പായിരുന്നു. ആ പിമ്പിനെ അവിടെ നിന്ന് ബാൻ ചെയ്താണ് വിട്ടിരിക്കുന്നത്. ദുബൈയിൽ ഇനി തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഇവരുടെ മൂത്ത മകനാണ് ഇവർക്ക് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത്. പല ആളുകളുടെയും യൂട്യൂബ് ചാനലുകളിലും മറ്റൊക്കെ ഇവരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പല ഇടങ്ങളിലുണ്ട്. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ PM-ൽ വന്നു കഴിഞ്ഞാൽ ഞാൻ വളരെ കൃത്യമായിട്ട് ഇവളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് തരാം. 3 ദിവസമായിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, പലർക്കും അറിഞ്ഞുകൂടാതെ മനസ്സിലായി. സോ ദാറ്റ്സ് വൈ കുട്ടികളൊക്കെ ഇടപെട്ട് തുടങ്ങി, കുട്ടികളൊക്കെ പ്രതികരിക്കാൻ തുടങ്ങി. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ വളരെ മോശപ്പെട്ടതാണെന്നും വളരെ വൃത്തികെട്ട രീതിയിലുള്ളതാണെന്നുള്ളതും എനിക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും നല്ല ഒരു ബോൾഡ് ഫോട്ടോഷൂട്ട് കണ്ടിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ ആ കുട്ടിയെ ഷെയിം ചെയ്യാൻ ഇവൾ ആരാണെന്നുള്ളതാണ്. ഈ സ്ത്രീക്ക് ശരിക്കും സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണ് ഈ സ്ത്രീക്ക് ഉള്ളത്. ഈ സ്ത്രീ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇവർ ഭയങ്കര ദീർഘനിശ്വാസങ്ങൾ എടുക്കും. ഈ ദീർഘനിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക്. പക്ഷെ എനിക്കിതിവിടെ പറയേണ്ടി വന്നത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് കൊണ്ടിട്ടാണ് ഞാൻ ഈ സ്ത്രീയെ പറ്റിയിട്ടുള്ള കുറച്ച് വിവരണങ്ങൾ ഞാൻ തന്നത്. നിങ്ങൾക്കറിയോ, ഇവർക്കെതിരെ ഒരുപാട് വട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതികൾ കൊടുത്തു. പോലീസുകാർക്ക് FIR ഇടാനുള്ള ഇതിനകത്ത് കാര്യങ്ങളില്ല എന്നുള്ള രീതിയിൽ പലപ്പോഴും പല കേസുകളെയും ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. നിലവിലെ ഈ റീസെന്റ് 6 മാസത്തെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 68ഓളം കേസുകൾ കേരള സൈബർ പോലീസ് സ്റ്റേഷന്റെ അകത്തുണ്ട്. അതൊന്നും FIR ആയിട്ടില്ല. നിലവിൽ എന്റെ അറിവിൽ തന്നെ ഉള്ള ഏകദേശം 8 കേസുകളോളം FIR ഉള്ളതാണ്. ക്രൈം ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇവർ. 2018 മുസ്ലിംസിന് അഗെയിൻസ്റ്റ് സംസാരിച്ച് ഇവരുടെ അക്കൗണ്ട് പൂട്ടി. അതിനുശേഷം 2020 ഇവരുടെ അക്കൗണ്ട് പൂട്ടി. ഇതുപോലെ കാട്ടവരാതം പറഞ്ഞിട്ട് അവരുടെ അക്കൗണ്ട് പൂട്ടി. അതിനുശേഷം എനിക്ക് തോന്നുന്നു 22 എന്തോ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ലാസ്റ്റ് നമ്മുടെ ജാസ്മിൻ ജാഫറിന് വളരെ മോശപ്പെട്ട രീതിയിൽ വൃത്തികേട് പറഞ്ഞു. അവളെ പല ആണുങ്ങളുടെ കൂടെയും വൃത്തികേട് പറഞ്ഞും ഒക്കെ. എനിക്ക് അറിയില്ല, ആ കുട്ടി അങ്ങ് മാനസികമായിട്ട് തകർത്ത് ആ കുട്ടി ഒറ്റയ്ക്ക് തന്നെ പോയി ഫൈറ്റ് ചെയ്ത് നമ്മുടെ കമ്മീഷണർ ഓഫീസിൽ പോയി FIR ഇട്ട് അവളുടെ മറ്റേ ലാപ്ടോപ്പും ഫോണും സ്റ്റാൻഡും എല്ലാം ഒക്കെ പിടിച്ചു വെച്ച് അവൾക്കെതിരെ FIR ഇട്ടു. ലാസ്റ്റ് നടക്കുന്ന സംഭവം അതാണ്. അത് ഈ പറഞ്ഞ കിക്കിലുള്ള എല്ലാ ആൾക്കാരും കൂടെ ചേർന്ന് നിന്നിട്ട് ഇവളുടെ അക്കൗണ്ടിനെ പൊട്ടിച്ചു. അത് കഴിഞ്ഞ് പുതുതായിട്ടുണ്ടാക്കിയ അക്കൗണ്ടാണ് ഈ അക്കൗണ്ട്. ഈ അക്കൗണ്ടിലൂടെ നിങ്ങളിപ്പം ഇന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളെ പറ്റിയിട്ട് പലതും പറയും. ആ പലതും പറയുന്ന സമയത്ത് ആ മനുഷ്യരെല്ലാവരും ഇവളുടെ അടുത്തേക്ക് പോകും. ഇവളുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ അടുത്ത് എന്നിട്ട് പറയും, അയ്യോ നിങ്ങൾ ഇങ്ങനെ എന്നെ പറ്റിയിട്ട് വീഡിയോ ഇടരുത് എന്ന് ഷെഫീന ബീവിയോട് പറയുമ്പം ഇവൾ എന്ത് ചെയ്യും? ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് പൈസ അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ലക്ഷങ്ങൾ തട്ടിയെടുക്കും. മാനക്കേടും നാണക്കേടും കരുതിയിട്ട് കുടുംബത്തിനകത്തിരിക്കുന്ന വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് കള്ളക്കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇവരാകെ ടെൻസ്ഡ് ആയിട്ട് ഇവർക്ക് ലക്ഷങ്ങൾ കൊടുക്കുകയും ചെയ്യും. ഇന്ന് ഈ മഞ്ജു ചേച്ചിയുടെ മകൾ അല്ലെ ഈ ദയനെ പോലും ഇത് പറയുന്നത് ഇവരായിട്ട് ഫോൺ ചെയ്യുക, എന്നിട്ട് അതിനുശേഷം അവര് ബ്ലാക്ക്മെയിൽ ചെയ്യുക, ആ ബാർഗയിൽ കാശ് കൊടുക്കുക. നിങ്ങൾക്കറിയാം, ഒരു പ്രിവിലേജ്ഡ് അല്ലാത്തൊരു സ്ത്രീ ആയിട്ടുള്ള രേണുസുതി
കൈൻഡ് ഓഫ് എന്തോ ആവട്ടെ, പല പ്രശ്നങ്ങൾ അവരുടെ ഉണ്ട്, അവരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകളുണ്ട്, അവർ ചെയ്യുന്ന വിഷയങ്ങളുണ്ട്. ഇന്നൊരു രോഗിയായിട്ട് കിടക്കുന്ന ആ സ്ത്രീയെ പോലും വെറുതെ വിടാതെ പച്ചമാംസം കഴിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട നെറുകെട്ട ഒരു സ്ത്രീയാണ് ഇവളെന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇത്രയും വിഷയങ്ങളെ പറ്റി കൂടുതൽ ജാഗ്രത ഉണ്ടായത്. എന്നെ ഏകദേശം 2018 മുതൽ ഈ സ്ത്രീ ആക്രമിക്കുന്നുണ്ട്. എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബം, എൻ്റെ ഹിസ്റ്ററിയൊക്കെ വളരെ മാനിപ്പുലേറ്റഡ് ആയിട്ട് കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് എന്നെ പറ്റിയിട്ട് വളരെ മോശപ്പെട്ട രീതിയിലും പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ കേസുകൾ കൊടുത്തിട്ടുണ്ട്. നിലവിൽ കേസുകൾ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും സീനാദേവി കുഞ്ഞമ്മയെ പോലെ ഒരാളിന് ഒരു പരാതി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, യൂട്യൂബർ രാജനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിച്ച് ഗുഡ്, അത് അടിപൊളി. അത്തരത്തിൽ തന്നെ എല്ലാ കേസുകളും നടക്കട്ടെ. അങ്ങനെ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ നടക്കുന്ന ഇതുപോലൊരു വിഷജന്തുവായിട്ടുള്ള ഈ സ്ത്രീക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസുകളിൽ FIR വരാത്ത സാഹചര്യത്തിൽ അതിനെതിരെ കൃത്യമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വട്ടങ്ങളായി ഈ വിഷയത്തെ പറ്റിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഇതിന്മേൽ നല്ല ആക്ഷൻ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇത് കൃത്യമായിട്ട് അറിയിക്കേണ്ട ആളുകൾ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിന്മേലുള്ള ഫർദർ മുന്നോട്ട് പോകുന്നിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും ബാക്കി കാര്യങ്ങൾ മനസ്സിലാകും. കൂടുതൽ കാര്യങ്ങളെ പറ്റിയിട്ട് പറയാനുള്ളതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളും ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് വിശദമായിട്ട് അറിയും. ഇവരെ കൃത്യമായിട്ട് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് ഈ സ്ത്രീയെ ഇരിക്കും. ഇവര് കാലിന് സ്വാധീനമില്ല എന്ന് പറഞ്ഞ് വികലാംഗയാണെന്ന് പറഞ്ഞാണ് സൈബർ പോലീസ് സ്റ്റേഷനിലുള്ള ആളുകളെ വിരട്ടുന്നത്. എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ചോദിക്കും എവിടെയാണുള്ളതെന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റത്തില്ല, നിങ്ങൾ വന്ന് എന്നെ വല്ലതും ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്ന പോലീസുകാരെ ചീത്ത പറയുകയും ചെയ്യും. ഇത് അവരുടെ കയ്യിൽ റെക്കോർഡിക്കലി അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവരത് പബ്ലിഷേഷൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വിഷയം സംസാരിക്കുന്നത് ഒരു മനുഷ്യരെ പോലും വെറുതെ വിടാതെ ഈ സ്ത്രീ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വിഷയത്തിനകത്തൊരു ക്ലാരിറ്റി തരണം എന്നുള്ളത് കൊണ്ടാണ്. കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു, ചേച്ചി ഒന്ന് ഈ വിഷയത്തിൽ ചേച്ചിക്ക് അറിയുന്ന വിഷയങ്ങളെ പറ്റി സംസാരിക്കാം. ഞാൻ ഈ സംസാരിച്ചൊക്കെ വളരെ കുറവാണ്. ഇതിനെക്കാട്ടിലും വലിയ 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 കഥയുണ്ട്. എന്തായാലും ഈ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളായിക്കോട്ടെ, പുരുഷന്മാരായിക്കോട്ടെ, ട്രാൻസ്ജെൻഡേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഈ സ്ത്രീയാൽ ആക്രമിക്കപ്പെട്ട മനുഷ്യർക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പയിൻ തന്നെ മൂവ്മെൻ്റ് ആയിട്ട് പോകുന്നുമുണ്ട്. എന്തായാലും അത് എല്ലാവരും ഈ സ്ത്രീക്കെതിരെ, ഈ സ്ത്രീയുടെ മോഡ് ഓഫ് രീതികൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതിനെതിരെ നിങ്ങൾ ശബ്ദമുയർത്തിയതും സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ നല്ലത്. അത് ദയയുടെ ഒരു വിഷയത്തിലാണെങ്കിൽ പോലും എന്തോ അണയാൻ പോകുന്ന തീയുടെ ആളിക്കത്തലായിട്ട് അവൾ കാണിക്കുന്ന കാട്ടായത്തരങ്ങളെയൊക്കെ നമുക്ക് കാണാം. ഈ കുടുംബത്തിനകത്തിരിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ അവൾ പെറ്റിട്ടിട്ട് തോന്നിയത് പറയാന്നുള്ളത് പോലെയാണ് അവളുടെ കുറേ ഡയലോഗുകൾ. ഷീസ് വലിയ രീതിയിലുള്ള നാർസിസ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതൊരു വിഷമാണ്. ഇത് ഈ സാമൂഹ്യ വിപത്തായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരുത്തിയാണിത്. ഇത് മാനസിക വൈകൃതമുള്ള ഒരു സ്ത്രീയാണ്. സെക്ഷുവൽ ഫ്രസ്ട്രേഷൻ മൂത്ത് ഇത്തരത്തിൽ സ്ത്രീകളെ പറ്റിയിട്ട് മറ്റുള്ളവരെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ട് സ്വമേധയാ ഓർഗാസം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം. ഞാനിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ എനിക്ക് കുറേ അധികം പറയണമെന്നുണ്ട് നിങ്ങളടുത്ത്. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ PM വന്നാൽ മതി. ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുറേ ഉണ്ട് ഇനി പറയാൻ. എനിവേ, താങ്ക് യു സോ മച്ച്. ബൈ ഗൈസ്.